നമസ്കാരം. PVN എന്റർടൈൻമെന്റ് എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ അധ്യാപകർക്ക് വടി തിരിച്ചു കൊടുക്കണമോ? കുട്ടികളെ അടിച്ച് പഠിപ്പിക്കുന്നതിനായി വടി തിരിച്ചു കൊടുക്കണമോ വേണ്ടയോ എന്നാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു കാരണവശാലും വടി തിരിച്ചു കൊടുക്കരുത് എന്നാണ്. കാരണം വടി അടിച്ച് പിള്ളേരെ പഠിപ്പിക്കുക എന്നുള്ളത് കാലഹരണപ്പെട്ട ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ്. ഇതൊരിക്കലും പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല. അത് കാരണം ഒരു കാരണവശാലും കുട്ടികളെ അടിച്ചു പഠിപ്പിക്കുന്നതിന് അധ്യാപകർക്ക് വടി തിരിച്ചു കൊടുക്കരുത് എന്ന് ഉള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ കുട്ടികളെ എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ അതിന് ഏറ്റവും എളുപ്പമായ മാർഗ്ഗം ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ചെയ്യുന്നത് ഒരു ഡിറ്റൻഷൻ ചെയ്യുക എന്നുള്ളതാണ്. അതായത് നോട്ടി ചെയർ പിള്ളേരെ ബാക്കി കുട്ടികളെ കളിപ്പിക്കാൻ വിടുമ്പോൾ ഇങ്ങനെ കുസൃതി കാണിക്കുന്ന കുട്ടികളെ ഒരു ചെയറിലിരുത്തുക. ചെയറിലിരുത്തി അവരെ കളിക്കാൻ വിടാതിരിക്കുക. അങ്ങനെ അവർക്കൊരു റെസ്ട്രിക്ഷൻ കൊടുക്കുക. ഒരു എന്താ അങ്ങനെ അവരെ തടഞ്ഞു വെക്കുന്ന ഒരു രീതിയിലാണ് അവരെ പണിഷ്മെന്റ് കൊടുക്കുന്നത്. അതുപോലെ അധ്യാപകരുടെ സംസാരത്തിലെ ടോൺ ചേഞ്ച് ചെയ്യുന്ന പിള്ളേർക്ക് മനസ്സിലാവും. അങ്ങനെ ദേഷ്യപ്പെട്ട് പറഞ്ഞാൽ തന്നെ കുട്ടികൾ പല കാര്യങ്ങളും ചെയ്യാതിരിക്കും. അങ്ങനെയാണ് കുട്ടികളെ എപ്പോഴും കൺട്രോൾ ചെയ്യേണ്ടതാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ലാതെ ഒരു കാരണവശാലും ഇനി വടി അടിച്ചു പഠിപ്പിക്കുന്ന ആ യുഗത്തിലേക്ക് ഒരിക്കലും തിരിച്ചു പോകരുത്. പക്ഷേ ഈ അടിച്ചു പഠിപ്പിച്ച ഒരു കാലഘട്ടത്തിൽ വളർന്ന ആളുകളാണ് ഞങ്ങൾ. അന്നത്തെ കാലത്തും ഒരുപാട് ക്രൈമുകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. കോളേജ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയത്തിന്റെ പേരിൽ കത്തിക്കുത്ത് നടത്തുന്നുണ്ടായിരുന്നു. അതുപോലെ പലരുടെയും പുറത്ത് ചാപ്പ കുത്തുന്ന പരിപാടി ഉണ്ടായിരുന്നു. റാഗിംഗ് എന്ന പേരിൽ ഒരുപാട് ആഭാസത്തരങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. അന്ന് അടിച്ചു പഠിപ്പിച്ച ഒരു കാലഘട്ടത്തിലാണ് റാഗിംഗ് ഒക്കെ വളരെ ശക്തമായിട്ടുണ്ടായിരുന്നത്. പിന്നെ നിയമം മൂലം റാഗിംഗ് നിരോധിക്കുകയൊക്കെ ചെയ്തത്. ഈ കുട്ടികളുടെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ അവരുടെ പേരൻസിന്റെ മാനസികാവസ്ഥയും അവരുടെ ജീവിത പശ്ചാത്തലവും ഒക്കെ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പം വീട്ടിൽ വന്ന് ഒരുപാട് തമ്മിത്തല്ലിന്റെയും ഗുണ്ടായിസത്തിന്റെയും രാഷ്ട്രീയ കുതികാൽവെട്ടിന്റെയും ഒക്കെ കഥകൾ കേട്ടാണ് കുട്ടികൾ വളരുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്കത് ചെയ്യുവാനുള്ള ഒരു പ്രവണത ഉണ്ടാവും. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് കുട്ടികൾ കൂടുതലും ക്രൈം ചെയ്യുന്നത്. അല്ലാതെ ഒരു കാരണവശാലും അവര് അടിച്ചു പഠിപ്പിക്കാത്തത് കൊണ്ടല്ല. അടിച്ചു പഠിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പണ്ടത്തെ ഒരു പ്രാകൃതമായ രീതി തന്നെയാണ്. ഒരു കാരണവശാലും ഇനി അത് ആ കാലഘട്ടത്തേക്ക് മടങ്ങിപ്പോകരുത്. കുട്ടികൾ വേറെ എന്തെങ്കിലും രീതിയിലുള്ള റെസ്ട്രെയിനിങ്ങോ അല്ലെങ്കിൽ അവരെ നോട്ടി ചെയറിലിരുത്തുക, അതുപോലെ അവർക്ക് കളിക്കാനുള്ള അവസരം കൊടുക്കാതിരിക്കുക, അങ്ങനെയുള്ള ചെറിയ ചെറിയ പണിഷ്മെന്റുകൾ കൊടുത്ത് അവരെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. അതുപോലെ പണ്ടത്തെ കാലത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം നല്ലതാണെന്ന് ചോദിച്ചാൽ നല്ലതല്ല എന്ന് വേണം പറയാൻ. കാരണം യാതൊരു ഉപകാരമില്ലാത്ത കുറേ പാട്ടുകളും അതും ഇതും എല്ലാം കാണാപ്പാഠം പഠിക്കുന്ന ഒരു രീതിയാണ് അന്നുണ്ടായിരുന്നത്. പക്ഷെ അങ്ങനെ കാണാപ്പാഠം പഠിച്ചുകൊണ്ടിരുന്നത് ഒരിക്കലും ഒരു ഭാഷ നന്നായി ഉപയോഗിക്കാൻ പഠിക്കുകയോ അതുപോലെ നല്ലൊരു മനുഷ്യനായി മാറുകയോ അതുപോലെ ഒരു നല്ല സാഹിത്യ സൃഷ്ടി നടത്താൻ സാധിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഇന്നത്തെ വിദ്യാഭ്യാസ രീതി എന്ന് പറഞ്ഞാൽ കൂടുതലും ക്രിയേറ്റീവ് ആയിട്ടുള്ളതാണ്. കുട്ടികളെ എങ്ങനെ കാര്യങ്ങൾ ചെയ്യാം, അങ്ങനെ ചെയ്ത് പഠിക്കാം, അങ്ങനെയുള്ള വിദ്യാഭ്യാസ രീതിയിലൂടെ മുമ്പോട്ടേക്ക് പോയെങ്കിൽ മാത്രമാണ് കുട്ടികൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവുകയും അവർക്ക് നല്ലൊരു ജോലി നേടുന്നതിനും നല്ല ഒരു സമൂഹത്തിന് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിനും ഒക്കെ സാധിക്കത്തുള്ളൂ. പണ്ടത്തെ കാലത്തെന്ന് പറഞ്ഞാൽ ഈ കുറേ കാര്യങ്ങൾ പഠിപ്പിക്കുക, അവർക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ അത് അടുത്ത തലമുറയെ പഠിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ അവർക്ക് സ്വന്തം ഒരാൾ ഡിഗ്രി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അവന് ഏറ്റവും വലിയ മണ്ടനായി മാറുമെന്നാണ് പറയുന്നത്. കാരണം അവന് പണ്ട് 18-ാം നൂറ്റാണ്ടിലെയും 16-ാം നൂറ്റാണ്ടിലെയൊക്കെ കാര്യങ്ങൾ പഠിച്ചാണ് അവൻ പുറത്തേക്ക് ഇറങ്ങുന്നത്. പിന്നീട് അവന് ആകെ മൊത്തം കിട്ടുന്ന പ്രായത്തിൻ്റെതായ ഒരു മച്യൂരിറ്റിയും ആളുകളുമായിട്ടുള്ള ഇടപെട്ടുള്ള ഒരു ശീലമൊക്കെയാണ് അവന് കൂടുതൽ കിട്ടുന്നത്. പിന്നെ മനുഷ്യൻ എന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും കൂട്ടുകാരോടുള്ള സഹവാസവും കാര്യങ്ങളൊക്കെ കൂടി. അല്ലാതെ വിദ്യാഭ്യാസത്തിന്റെ നിലവാരം പണ്ടും വളരെ മോശം തന്നെയായിരുന്നു. ഇപ്പോഴാണ് വിദ്യാഭ്യാസ നിലവാരം കുറച്ചുകൂടെ മെച്ചപ്പെട്ടതെന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം. ക്രിമിനൽ മെന്റാലിറ്റി ഉള്ള കുട്ടികൾ അന്നുണ്ട്, ഇന്നുമുണ്ട്. ക്രിമിനൽ മെന്റാലിറ്റിയുള്ള മുതിർന്ന ആളുകളുമുണ്ട്. അവരെ പണിഷ് ചെയ്യുക, നേരെയാക്കുക, സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തുക, അവർക്ക് അവരുമായിട്ട് ആളുകൾ സഹകരിക്കാതിരിക്കുക. അപ്പോൾ അങ്ങനെ അവർ നല്ല രീതിയിലേക്ക് വരും. എല്ലാ രാജ്യങ്ങളിലും അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ മയക്കുമരുന്നിന്റെ ഉപയോഗം കൊണ്ട് കുട്ടികൾ വഴിതെറ്റി പോകുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രധാന ഉത്തരവാദിത്തം ഗവൺമെന്റ് തന്നെയാണ്. കാരണം മയക്കുമരുന്ന് മാഫിയയെ നിയന്ത്രിക്കേണ്ട ചുമതല ഗവൺമെന്റ് തന്നെയാണ്. നമ്മൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ കാണുക. ഓക്കെ, ബൈ.